മലയാളത്തിലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം ബഹു കഷ്ടാട്ടോ. ഒന്നിന് പിറകെ ഒന്നായിട്ട് കേസുകൾ വന്നുകൊണ്ടിരിക്കുക. യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരുടെ സമയമൊക്കെ വളരെ മോശമാണ് എന്ന് ആരെങ്കിലും കവടി നിരത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആണെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് വിശ്വസിച്ചോളും. കാരണം ഒന്നിന് പിറകെ ഒന്നായിട്ട് ഓരോരോ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പലതരം കേസുകൾ എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുള്ളതാണ്. ഇനിയിപ്പോൾ പുറത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കുടുംബ പ്രശ്നം ഉണ്ടാക്കി പരമാവധി അറ്റൻഷൻ ഗ്രാബ് ചെയ്ത് അതുവഴി കാറും വീടും ഒക്കെ വെക്കുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക പോലീസ് കേസാണ്. പോലീസ് കേസ് എന്ന് പറയുമ്പോൾ അത് കളിയല്ലല്ലോ. ഈ യൂട്യൂബിലൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ച് വീഡിയോ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല. അവരുടെ ഫാൻസിൻ്റെ ഇടയിൽ ഒരു ചർച്ചയാവാം എന്നേ ഉള്ളൂ. പക്ഷേ പോലീസ് കേസൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബേഴ്സ് മുഴുവൻ ഇത്തരം കേസുകളിൽ പെട്ടിരിക്കുകയാണ്. ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തൊപ്പിയിൽ നിന്നാണ്. തൊപ്പിയുടെ വാച്ചായും റിങ്ങായും നെക്ലസ്സായും ഒക്കെ കൊണ്ടു നടന്നിരുന്ന കുറേ ആൾക്കാർ തൊപ്പിക്കിട്ട് പണി കൊടുത്തു എന്നും തൊപ്പി ശരിയല്ലെന്ന് അവരും ഒക്കെ വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോയും പരിപാടിയായി അവസാനം വളരെ വളരെ പ്രശ്നകരമായിട്ടുള്ള കാര്യങ്ങൾ ഇവർ ഉയർത്തി കാണിക്കുകയും പിന്നീട് അത് കേസും പരിപാടിയൊക്കെയായി. ഇപ്പോൾ അതിൻ്റെ സ്റ്റേറ്റസ് എന്താണെന്നറിയില്ല. അങ്ങനെ തൊപ്പിയൊന്നും ഊരി താഴെ വെച്ചില്ല എന്ന് പറയുന്ന അവസ്ഥ വന്നപ്പോഴേക്കും അടുത്തതൊരു ബ്യൂട്ടി വ്ളോഗറായിരുന്നു. MVD ആയിരുന്ന ഭർത്താവിനെ പോലീസുകാരൻ്റെ വേഷം കെട്ടിച്ച് ക്ലാസ്സും കൊടുത്ത് അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരിൽ ഒരു സ്കിൻ ക്ലിനിക്കും ഈ യൂട്യൂബറും തമ്മിൽ അടുത്ത കേസായി. ആ ബ്യൂട്ടി വ്ളോഗറിൻ്റെ വിഷയം എല്ലാവരും ഒന്ന് ചർച്ചിച്ച് തുടങ്ങി അതൊരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അടുത്ത പ്രശ്നം വന്നു. അത് നമ്മുടെ അഹാന കൃഷ്ണയുടെ ഫാമിലിയിൽ നിന്നാണ്. ആ കുടുംബത്തെ എല്ലാവരും വ്ളോഗേഴ്സാണ്. അവരുടെ കസിൻസ് അടക്കം, അതായത് നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ വ്ളോഗേഴ്സ് എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും അവരുടെ ഒരു കുടുംബ വിഷയമാണ് ഇപ്രാവശ്യം പ്രശ്നമായിട്ട് വന്നത്. അഹാനയുടെ അമ്മുമ്മയെ അവർ നോക്കുന്നില്ല എന്ന് പറയുന്നൊരു വിഷയം അത് ഉയർത്തിപ്പിടിച്ച കസിൻ, ഞങ്ങൾ നോക്കാത്തല്ല, അമ്മുമ്മയുടെ കയ്യിലിരിപ്പാണ് പ്രശ്നം, എന്നാൽ അങ്ങനെയൊന്നും അല്ല, ഇതിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരു വിശദീകരണം. അവസാനം വീഡിയോസൊക്കെ മുങ്ങുന്നു. എന്തായാലും ഓൺലൈൻ കോടതികൾ ഇപ്പോൾ കടുത്ത അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ ഭാഗത്താണ് തെറ്റ്? അമ്മുമ്മയാണോ കൊച്ചുമോളാണോ ഇവിടുത്തെ പ്രശ്നം? അപ്പം നമ്മളോടും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഇപ്പോൾ നാട്ടുകാരെ മുഴുവൻ വെളുപ്പിക്കാൻ പറ്റുന്ന ക്രീമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അവർ നാട്ടുകാരോട് ചെയ്യുന്ന ചതിയാണ്, സാമൂഹ്യ ദ്രോഹമാണ്. അത് ചെയ്യുന്ന സമയത്ത് ഉറപ്പായിട്ട് നമ്മൾ അതിനെ വിമർശിച്ച് വീഡിയോ ചെയ്യും. പക്ഷേ അമ്മൂമ്മയും കൊച്ചുമോളും തമ്മിലുള്ള പ്രശ്നമൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യുക, യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അതിനെ വിശകലനം ചെയ്യുക എന്ന് പറയുന്നത് അതത്ര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ല. അതൊരു പ്രൈവസിക്കകത്തേക്കുള്ള കടന്നുകയറ്റമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. പക്ഷേ ആ വിഷയത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവേണ്ടുന്ന ചില കാഴ്ചപ്പാട് മാറ്റങ്ങളുണ്ട്. അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പെർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ചിട്ട് അതിലാരുടെ ഭാഗത്താണ് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്തായാലും നമ്മൾ ചെയ്യുന്നില്ല. അങ്ങനെ ആ വിഷയം ഒന്ന് പെരുത്ത് വരുമ്പോൾ ഉണ്ടാ ഹെലൻ ഓഫ് സ്പാർട്ട മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസ് എന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ, ഞാൻ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ 1 മണിക്കൂർ മുമ്പെന്ന് പറഞ്ഞിട്ടാണ് ഈ വാർത്തയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പറയൂ രമേശ്, നമ്മുടെ ഹെലൻ ഓഫ് സ്പാർട്ടയോ ഈ യൂട്യൂബ് ഇൻഫ്ലുവൻസർമാരൊക്കെ ഇങ്ങനെ തുടങ്ങിയാലല്ലേ എന്താ നമ്മൾ ചെയ്യാന്നൊക്കെ ചോദിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അതേ അത് ഈ ഇവർ ധന്യ അത് മറ്റേ ഹെലൻ ഓഫ് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തുനിന്ന് ഭയങ്കര ആകെ ഇത്രയേ ഉള്ളൂ. ഹെലൻ ഓഫ് സ്പാർട്ടയുടെ പേരിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനൊരു കേസുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ കൊടുക്കാനാണ്. അപ്പോൾ ഇവർ അപ്ഡേറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര പ്രശ്നമായി, വേറെ ലെവലിലേക്ക് എസ്കലേറ്റ് ചെയ്ത് പോയിട്ടുള്ളൊരു കേസാണെന്നൊക്കെയാണ്. പക്ഷേ ഹെലൻ ഓഫ് സ്പാർട്ട അതിനൊരു എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ അധികം ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു പോലീസ് കേസ് ഖാദർ കരിപ്പൊടി എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കേസാണ്. അതും പോലീസ് കേസായിട്ട് ആ ഒരു വഴിക്കാണ് പോകുന്നത്. അത് കേസിൻ്റെ ഭാഗമായിട്ടുള്ള അപ്ഡേറ്റ് വരട്ടെ. പിന്നെ പ്രമുഖനായ മറ്റൊരു ഇൻഫ്ലുവൻസർ കൂടി ഇതിനിടയിൽ സോഷ്യൽ മീഡിയ ചർച്ചകളിൽ സജീവമായിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ഹനാൻ ഷാ. പിന്നെ യൂട്യൂബിൽ മൂവി റിവ്യൂ ചെയ്യുന്ന ഞങ്ങളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു സംവിധായകൻ ഒരു കള്ളക്കേസ് കൊടുക്കുന്നു, അതിൻ്റെ പേരിലുള്ള പോലീസ് കേസ് വേറെ. ഒരു കാര്യം ആദ്യം പറയട്ടെ, എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് കേസുമായി മുന്നോട്ട് പോകാമെന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായി. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇഴകേറി പരിശോധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ബഹളം ഉണ്ടാക്കുക, ഒരാളെ കുറ്റക്കാരനോ കുറ്റക്കാരിയോ വില്ലനോ വില്ലത്തിയോ ആയിട്ട് ചിത്രീകരിക്കുക, ആക്രമണങ്ങൾ അഴിച്ചുവിടുക എന്നുള്ളതിനേക്കാൾ നിയമപരമായി കേസ് കൊടുക്കാൻ വകുപ്പുള്ള കേസിൽ കേസ് കൊടുക്കുക. അതിൽ ചില കേസുകൾ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് നേരിട്ട് കൊടുക്കാൻ പറ്റും, ചിലപ്പോൾ സൈബർ സ്റ്റേഷനിൽ നേരിട്ട് കൊടുക്കാൻ പറ്റും. ചില കേസ് പോലീസ് എടുക്കില്ല. അത് കേസിന് വകുപ്പില്ലാഞ്ഞിട്ടല്ല, ചില കേസ് കോടതി ഡയറക്റ്റ് ചെയ്തിട്ടാണ് പോലീസ് കേസ് എടുക്കുക. അപ്പോൾ കോടതിയിൽ പോവുക, ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് ലീഗലി ഓരോ കേസിനെയും നേരിടുക എന്നുള്ളതാണ്. അപ്പോൾ പോലീസ് കേസുകൾ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഞാൻ അതിനൊരു പോസിറ്റീവ് സെൻസിലാണ് എടുക്കുന്നത്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിനേക്കാൾ നിയമപരമായി അവരതിനെ നേരിടാൻ തയ്യാറെടുക്കുന്നു. വെരി ഗുഡ്, നല്ല കാര്യം. അത്
കോടതിയും കേസും ഒക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അതിൽ വിധി പറയാനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രശ്നമല്ല, ഒരു നല്ല കാര്യമാണ്, എല്ലാ വീട്ടിലും ഒരു വ്ളോഗർ എന്ന് പറയുന്ന പോലെ, മറ്റേ പ്രധാനമന്ത്രി യോജന എന്നൊക്കെ പറയുന്ന പോലെ യൂട്യൂബർ യോജന എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കിയതുപോലെയാണ് എല്ലാ വീട്ടിലും മിനിമം ഒരു വ്ളോഗറെങ്കിലും ഉണ്ടാവും എന്ന് പറയുന്നൊരു സാമൂഹിക പരിസ്ഥിതിയാണ് ഇപ്പോൾ നമുക്കുള്ളത്. അതൊരു കുഴപ്പമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. യൂട്യൂബ് അത്യാവശ്യം നല്ല റവന്യൂ തരുന്നൊരു പ്ലാറ്റ്ഫോമാണ്. നമ്മളവിടെ കുറച്ച് ഫോളോവേഴ്സൊക്കെ ആയിട്ട് പ്രോപ്പറായിട്ട്, അതായത് ഒരു ജോലി ചെയ്യുന്നത് പോലെ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള സീരിയസ്നെസ്സോട് കൂടി കണ്ട് കൃത്യമായി കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് റവന്യൂ കിട്ടും. മറ്റേതൊരു ജോലിയും ചെയ്യുന്നത് പോലെ ഇന്ത്യയിൽ ലീഗലായി ചെയ്യാവുന്ന ഒരു നല്ല ജോലിയാണ് ഒരു യൂട്യൂബർ ആവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റർ ആവുക എന്ന് പറയുന്നത്. പക്ഷേ അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ട്. കാര്യം ഇതൊരു പ്ലാറ്റ്ഫോമാണ്, പോപ്പുലാരിറ്റി ഉണ്ട്, ഇവിടെ പണം വരുന്നുണ്ട്. സ്വാഭാവികമായും കുറച്ച് പണം കൂടുതൽ കിട്ടണമെങ്കിൽ നെഗറ്റിവിറ്റി തള്ളണം എന്ന് വിചാരിച്ച് വളരെ നെഗറ്റീവായിട്ടുള്ള, സമൂഹത്തിന് മോശം സന്ദേശങ്ങൾ കൊടുക്കുന്ന കണ്ടൻറ്റുകൾ ചെയ്ത് കാശുണ്ടാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വീട്ടിൽ ഒരാൾ വ്ളോഗൊക്കെ ചെയ്യുന്നത് വഴി ഒരല്പം തുക സമ്പാദിക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലിയുള്ള ഒരാൾ എക്സ്ട്രാ വരുമാനം കണ്ടെത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്കതിനെ പോസിറ്റീവ് സെൻസിലാണ് കാണാൻ പറ്റുക. അതുകൊണ്ട് മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂസ് മീഡിയയ്ക്ക് ഇപ്പോൾ യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമുക്ക് എന്ത് കിട്ടിയാലും നമ്മളത് കണ്ടൻറ്റായിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ചിലരത് ട്രോളാക്കും. ഇപ്പോൾ സിനിമയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നവരുണ്ട്, റോസ്റ്റ് ചെയ്യുന്നവരുണ്ട്, സ്പൂഫ് ചെയ്യുന്നവരുണ്ട്. എന്ന് പറയുന്ന പോലെ ഓരോ വാർത്തയും വരുമ്പോൾ അതിനെ പല രീതിയിൽ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഡീൽ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഈ ന്യൂസ് മീഡിയയ്ക്ക് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ ഇത്ര വ്യൂ ഉണ്ടാക്കി എന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ, ഇവരൊക്കെ മറ്റേ ഞങ്ങളാണ് നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിടുന്ന പോസ്റ്റ് കാണുമ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നിയിട്ടുണ്ട്, ഇതിൻ്റെ എത്രയോ ഇരട്ടി ലൈവിൽ വ്യൂ വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ട് നാട്ടിൽ. അപ്പോൾ ഈ യൂട്യൂബേഴ്സിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോൾ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം എന്തെങ്കിലും ഒരു കേസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിനകത്തൊരു യൂട്യൂബർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ ചില കേസിലൊക്കെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പിടിയിൽ മറ്റേ ലഹരി മരുന്നുമായി എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ കാണിക്കും. നമ്മളിങ്ങനെ ഒരു ഇൻഫ്ലുവൻസറിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതായത് നമ്മളിതിൻ്റെ അകത്ത് നിൽക്കുകയല്ലേ, ഏതെങ്കിലുമൊക്കെ വഴിക്ക് കാണുകയൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കയറി നോക്കുമ്പോൾ ഒരു 4-5 റീൽ ചെയ്തിട്ടുണ്ടാവും, കൂടിപ്പോയ ഒരു 500 ഫോളോവേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ അക്കൗണ്ട് തന്നെ പ്രൈവറ്റ് ആയിരിക്കും. എന്നിട്ട് ഇവർ വാർത്ത കൊടുക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ബുഷ് പിടിയിൽ എന്ന് പറഞ്ഞിട്ടായിരിക്കും വാർത്ത കൊടുക്കുക. യൂട്യൂബർ പിടിയിൽ എന്ന് പറയുന്നത് അതൊരു ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ടാഗാണ്. അപ്പോൾ ആരാണ് ആ യൂട്യൂബർ എന്ന് പറയാൻ എല്ലാവരും കയറി നോക്കുമല്ലോ. അങ്ങനെ യൂട്യൂബർ ഉണ്ടെങ്കിൽ ചെറിയ വാർത്തകൾ പോലും നമുക്ക് വലിയ വാർത്തകളാക്കാമെന്നും, യൂട്യൂബോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ആയി പിടിക്കപ്പെട്ടിട്ടുള്ള ആൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ ചെറിയ കേസാണെങ്കിൽ പോലും നമ്മളത് മാക്സിമം വെച്ച് പുഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് മാക്സിമം വ്യൂ കിട്ടും, മാക്സിമം നമ്മുടെ TRP ഉയരും എന്നൊക്കെ പറയുന്ന ആ ചിന്തയുടെ പുറത്തായിരിക്കും മാധ്യമങ്ങളും ഇതിനൊരു പ്രത്യേകത കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ന്യൂസ് മീഡിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായിട്ട് കേസ് കൊടുത്താൽ, ഇപ്പോൾ എനിക്കെതിരെ ഒരു പ്രശ്നമുണ്ടായി, ഞാനൊരു കേസ് കൊടുത്തു. ആ കേസ് കൊടുത്തിട്ട് അതിൻ്റെ വാർത്ത ഒരു മാധ്യമത്തിൽ വരണം എന്നാണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ നടക്കേണ്ട ഒരു എഫേർട്ട് എന്തുമാത്രമാണെന്നറിയോ. ഇപ്പോൾ ഹെൽനോസ് പാട്ട അവരുടെ എക്സ്പ്ലനേഷൻ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരുടേതടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ച ആ കേസിനെക്കുറിച്ച് ഒരു മാധ്യമവും വാർത്ത കൊടുത്തിട്ടില്ല, ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല. അതേസമയം അവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ഫൈൻ അടച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് അവരൊരു വലിയ വാർത്തയെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ താപ്പുണ്ട്, അവർ സമയം അനുസരിച്ച് മാറ്റിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളതാണ്. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനെ ഉണ്ടാകുന്ന ഓരോ കേസുകളും, എന്തായാലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് വാർത്തയുടെ വലിപ്പം കൂടും, നിങ്ങൾ എന്തായാലും ആ വാർത്ത അറിഞ്ഞിട്ടുണ്ടാകും. പക്ഷേ ആ ഓരോ വാർത്തകളിൽ നിന്നും നിങ്ങൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതായത് നമ്മളെപ്പോഴും അലേർട്ടായിരിക്കണം, പ്രിപ്പയർഡായിരിക്കണം. ഇപ്പോൾ ഹനാൻ ഷായുടെ കേസ് വന്നു. ആ കേസിനെ അയാൾ നിയമപരമായി നേരിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നല്ല കാര്യം. നിയമപരമായി തന്നെയാണ് കേസുകളെ നേരിടേണ്ടത്. പ്രത്യേകിച്ച് ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതെന്തായാലും അങ്ങനെ തന്നെ വേണം ഫോർവേഡ് ചെയ്യാൻ. പക്ഷേ നിയമപരമായി നമ്മൾ നേരിടണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തെളിവുകളാണ്. ഈ തെളിവുകളാണ് പലപ്പോഴും നമ്മൾ സൂക്ഷിക്കാത്തത്. അതായത് ഇപ്പോൾ ജോർജ് കുട്ടിയും കുടുംബവും അവർ കുറേ തെളിവുകൾ ഉണ്ടാക്കിയിട്ടാണ് പോലീസുകാരുടെ മുമ്പിൽ പിടിച്ചു നിന്നത്. അത് അവർ കള്ളത്തരത്തിന് വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ആത്മാർത്ഥവും സത്യസന്ധവുമായി കാര്യങ്ങൾ ചെയ്താൽ പോലും ചില പണികൾ നമ്മളെ അന്വേഷിച്ച് വരും. നമ്മൾ മനസാവാച കർമ്മണ അറിയാത്ത റൂട്ടിലൊക്കെ നമുക്ക് പണി വന്നേക്കാം. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സമയത്ത് നമ്മളൊരു പെർട്ടിക്കുലർ സ്പേസിലുണ്ടായിരുന്നു എന്നുള്ളത്, ആ സ്പേസിൽ ഒരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെയും കൂടി, കാരണം ഞങ്ങളിങ്ങനെ തമാശക്ക് പറയും, എവിടെയെങ്കിലും ഒരു ഉന്തും തള്ളും ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു യൂട്യൂബർ നിൽപ്പുണ്ടെങ്കിൽ ഉന്തിനും തള്ളിനുമിടയിൽ നിന്ന് യൂട്യൂബറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു, ഇന്ന യൂട്യൂബർ പങ്കെടുത്ത പരിപാടിയിലാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ പറയും. ചിലപ്പോൾ നമ്മൾ ആ സ്പേസിൽ ഉണ്ടായിട്ടുള്ളത് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ ഒരു സാധനം വാങ്ങാൻ പോയതായിരിക്കും,
ആ സാധനം വാങ്ങിയിട്ട് ഒരു ബില്ല് ഉണ്ടാവില്ലേ, അതിന് നമ്മൾ പേ ചെയ്തിട്ടുള്ള, നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ സൗകര്യം ഗൂഗിൾ പേയിൽ നമ്മൾ പേ ചെയ്തതിൻ്റെ ഉണ്ടാവും. അതുപോലെ നമ്മളൊരു പാർക്കിംഗ് സ്പേസിൽ പോയിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് അവർ നമുക്ക് ആ പാർക്കിംഗ് സ്പേസിലെ ഒരു ടിക്കറ്റ് തരും. അത് നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. അതൊക്കെ നമുക്കൊരു 1-2 ആഴ്ചയിലേക്കോ ചിലപ്പോൾ ഒരു മാസത്തേക്കോ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൾ ലോഗുകൾ, മെസ്സേജുകൾ, ഇമെയിലുകൾ, ചില സമയത്ത് ഫോട്ടോസും വീഡിയോസും, ചിലപ്പോൾ കോൾ റെക്കോർഡിങ്സ് വരെ സൂക്ഷിച്ച് വെക്കേണ്ടി വരും. എൻ്റെ ഈ ഫോണിൽ ഞാൻ ഗൂഗിൾ ഡ്രൈവിൽ പർച്ചേസ് ചെയ്തിട്ടിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് 5 TB ആണ്. 5 TB സ്പേസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം അപ്പം സിങ്ക് ആവുന്നുണ്ട്. ചില സ്ഥലത്ത് ഞാൻ ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു, കാരണം ഫോട്ടോ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മെറ്റാ ഡാറ്റയിൽ ലൊക്കേഷനും ടൈമും ഡേറ്റും ഒക്കെ റെക്കോർഡ് ആവുന്നുണ്ട്. അതൊന്നും ഫോട്ടോയിൽ കാണിക്കുന്നില്ലെങ്കിലും ഉണ്ടാവും. ചുമ്മാ ഒരു ക്ലിക്ക് എടുത്ത് നോക്കും, അതിൻ്റെ ഫോണിലുണ്ടാവും, ഞാൻ ആ സ്പേസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അതുപോലെ ചില വീഡിയോസ് എടുത്ത് വെക്കും. അതുപോലെ കോൾ റെക്കോർഡിങ്സ്, കഴിഞ്ഞൊരു 5-6 വർഷത്തെ കോൾ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. 5-6 വർഷത്തെ എൻ്റെ അമ്മയും അനിയനും അടക്കം എന്നെ വിളിച്ചിട്ടുള്ള സകല ആൾക്കാരുടെയും കോൾ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. വാട്സപ്പ് ചാറ്റുകളുടെ ബാക്കപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് എക്സൽ ആക്കിയും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കാലത്ത് ഞാനൊരു പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്നു, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളുമായി ഇടപഴകേണ്ടതായിട്ട് വരുന്നു. അവിടെ ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ഒരുപാട് ആളുകളുണ്ട്, പൊളിറ്റിക്കലിയും അല്ലാതെയും ഒക്കെ നിൽക്കുന്ന ആളുകളുണ്ട്, പല പവറുള്ള ആളുകളും ഇല്ലാത്ത ആളുകളുണ്ട്, സിനിമാക്കാരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഞാനുമായിട്ട് സമ്പർക്കത്തിലുണ്ട്. ഇതിലേതെങ്കിലും ഒരാൾക്ക് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിനെ ഒന്ന് മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഴ്ചയുണ്ടായി എന്ന് വരുത്തി തീർക്കാനോ ശ്രമങ്ങളുണ്ടായാൽ, ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം, അങ്ങനെ വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവരോട് സോറി പറയും, അതിനെ നിയമപരമായി നേരിടാനുള്ള മാർഗ്ഗങ്ങൾ നോക്കും. പക്ഷേ ചില കേസുകൾ നമ്മൾ എത്ര ഡീസൻ്റായിട്ടിരുന്നാലും നമ്മുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുന്ന ആളുകളുണ്ടാകും. ഞാൻ അത്തരം ആരോപണങ്ങൾ എൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് തന്നെ കുറേ കേട്ടിട്ടുള്ളതുകൊണ്ട് ഏത് വഴിക്കാണ്, അതായത് അന്ന് വരെ നമ്മുടെ കൂടെ ചിരിച്ചുകൊണ്ട് നിന്ന ആൾ, അന്ന് വരെ നമ്മളെ പൊന്നെ കരളയെന്ന് നോക്കിക്കൊണ്ടിരുന്ന ആൾ ചിലപ്പം ഫ്ലിപ്പാവും. പിന്നെ നമ്മുടെ നേർക്ക് വരാൻ പോകുന്നത് അതിഭീകര ആരോപണങ്ങളായിരിക്കും. നമ്മുടെ കയ്യിൽ തെളിവുകൾ വേണം. ഒരു കോൾ വരുന്ന സമയത്ത് ആ കോൾ ഓട്ടോമാറ്റിക്കലി റെക്കോർഡറാണ്, അതവിടെ ഇരിക്കുന്നു. ഞാൻ ആർക്കും എതിരെ ഒന്നും ഉപയോഗിക്കാൻ പോകുന്നില്ല. ഒരാൾക്കൊപ്പം എടുത്തിട്ടുള്ള സെൽഫിയോ ഫോട്ടോ ഒന്നും ഞാൻ ഒന്നിനും വേണ്ടി ഞാൻ ഉപയോഗിക്കാൻ പോകുന്നില്ല. പക്ഷേ നാളെ എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ചില കോൺവെർസേഷൻസ്, പരിചയമില്ലാത്ത ആൾക്കാർ കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ എന്താണ് ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ചില റിലേഷൻഷിപ്പുകളിൽ നമ്മളൊരു ക്ലോഷർ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കണം. അതിൻ്റെ ഒരു റെക്കോർഡ് കയ്യിലുണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഹനാൻ ഷായുടെ കേസ് വരുന്ന സമയത്ത് അയാൾ വിദേശത്ത് യാത്ര ചെയ്തതും അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷനും ചിലപ്പോൾ ടെലിഫോൺ സംഭാഷണങ്ങളും ഒക്കെ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട തെളിവുകളായി മാറിയേക്കാം. അറ്റ്ലീസ്റ്റ് അയാളുടെ ഫോളോവേഴ്സിനെങ്കിലും അയാൾക്ക് കൺവിൻസ് ചെയ്യാൻ ആ തെളിവുകൾ കൊണ്ട് പറ്റിയേക്കാം. സോ അത്തരം തെളിവുകൾ എപ്പോഴും കയ്യിലുണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനത് സൂക്ഷിക്കുന്ന ആളാണ്. നിങ്ങളും അത് സൂക്ഷിക്കുന്നത് നല്ലതാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ഈ പറയുന്ന പോലെ 4-5 വർഷത്തെ ഓഡിയോ കോൾ റെക്കോർഡ്സും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ബാക്കപ്പ് ചെയ്യേണ്ട ആവശ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നതുകൊണ്ടല്ല, പക്ഷേ ഞാനത് ചെയ്യും. പിന്നെ നോ പറയുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് നാളെ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ വരാനുള്ളൊരു സാധ്യത ഉണ്ടെങ്കിൽ ഉറപ്പായും നോ പറയേണ്ടടുത്ത് നോ പറയണം. ഹനാൻ ഷായുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളിൽ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചില സ്ഥലത്ത് നോ പറയണം. അത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഹെലനോസ് പാട്ട അവർ ഒരു ബിയർ അടിച്ചിട്ടാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് ആ കേസ് വന്നിട്ടുള്ളത്. അവർ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ബിയർ അടിച്ചത് അതൊന്നും നമുക്കിവിടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ആ കാര്യത്തിനോട് അവർക്ക് നോ പറയാമായിരുന്നു. ചിലപ്പോൾ ഒരു നിർബന്ധത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു പാർട്ടിയുടെ ഭാഗമായിട്ടായിരിക്കും. പക്ഷേ ആ സിറ്റുവേഷനിൽ എനിക്ക് വാഹനം ഓടിക്കാനുണ്ട്, ഞാൻ നിയമപരമായി കാര്യങ്ങൾ കൃത്യമായി ക്ലിയർ ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരാളാണ്. കാരണം എന്നെ എല്ലാവരും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഞാൻ നിങ്ങളോട് നല്ല കാര്യങ്ങൾ പറയുന്ന ഒരാളാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും മോണിറ്റർ ചെയ്യപ്പെടുന്നതുകൊണ്ട് തന്നെ ഞാൻ ചില കാര്യങ്ങളോട് നോ പറയാൻ ബാധ്യസ്ഥനാണ്. ഇതിപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവണമെന്നൊന്നുമില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തെറ്റല്ലേ? അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫൈനില്ലേ? അവിടെ പിടിക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു കാര്യം, അങ്ങനെ വാഹനം ഓടിച്ചാൽ നമ്മൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള അപകടം അതിഭീകരമായിരിക്കും. ചിലപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. സംഭവിച്ചു കഴിഞ്ഞിട്ട് അയ്യോ അത് അന്നേരം അങ്ങനെ എന്ന്, അല്ലെങ്കിൽ ജീവിതാവസാനം വരെ നമുക്ക് ഓർത്തിരിക്കാനുള്ളൊരു വിഷമമായിരിക്കും അത് ഉള്ളിൽ തരിക. സോ അതുകൊണ്ട് നോ പറയാൻ തയ്യാറാവുക, അത് സ്ട്രോങ് ആയി തന്നെ പറയുക. അത് ശീലങ്ങളോടും സാഹചര്യങ്ങളോടും മനുഷ്യരോടും നമ്മൾ പറയേണ്ടി വരുന്ന സമയത്ത് സ്ട്രോങ് ആയിട്ട് പറയാം. മറ്റൊരു കാര്യം, ഇത് പോലീസ് കേസല്ല, പബ്ലിക് സ്പേസിൽ നമ്മുടെ ഫാമിലി മാറ്റേഴ്സ് എടുത്തിട്ട് അലക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് അത് മെയിനായിട്ടും ഫാമിലി വ്ളോഗേഴ്സിനാണ് സംഭവിക്കുക.
പക്ഷെ അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ ഫാമിലിയാണ് കാണിക്കുന്നത്. ഫാമിലി മെമ്പേഴ്സ് ഫാമിലിയായിട്ട് ഒരുമിച്ച് കൂടുമ്പോഴുള്ള സന്തോഷങ്ങൾ, ചിലപ്പോൾ സങ്കടങ്ങൾ, അങ്ങനെ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാം പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തി. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഈ ഫാമിലിയിലുള്ള ഓരോരുത്തരും പോപ്പുലറായിട്ട് മാറുകയാണ്. അതിൽ ചിലപ്പോൾ വേറെയും വ്ളോഗേഴ്സ് ഉദിച്ചുയർന്നേക്കാം, ചിലപ്പോൾ ഉദിച്ചുയർന്ന് വരാതിരുന്നേക്കാം. പക്ഷേ ഈ ഫാമിലിയിൽ ഒരാൾക്ക് നീരസമുണ്ടായാൽ അയാൾ ആ കാര്യം പബ്ലിക് സ്പേസിൽ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധനം ഫുള്ള് കയ്യിൽ നിന്ന് പോകും. ഒരാൾ വന്ന് കുറ്റം പറയുന്നു, ആ കുറ്റത്തിനെ ന്യായീകരിക്കാൻ കുറച്ച് ആളുകൾ വരുന്നു, അതിനെ എതിർക്കാൻ കുറച്ച് ആളുകൾ വരുന്നു, ഇതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ വരുന്നു, ഇതിൽ ശരിതെറ്റുകൾ കണ്ടുപിടിച്ച് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ വരുന്നു. അത് കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയിട്ട് നമ്മൾ നേരെ ശൂന്യാകാശത്തേക്കാണ് പോവുക. അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഫാമിലി വ്ളോഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഫിൽറ്റർ ഉണ്ടാവുന്നത് എല്ലാ കാലത്തും നല്ലതാണ്. പക്ഷേ എത്ര ഫിൽറ്റർ ഉപയോഗിച്ചാലും ഒരാൾ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകും. ഇപ്പോൾ അഹാനയുടെ വീട്ടിൽ നടന്നിട്ടുള്ള ആ കുടുംബത്തിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് കേൾക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നതാണ്. ഇതുപോലെയുള്ള ചില ദേഷ്യങ്ങളും പിണക്കങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഈ പ്രായവും സ്ഥാനവും നോക്കാതെയുള്ള പദപ്രയോഗങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ മുതിർന്ന ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഇളയ ആളുകളിൽ നിന്നോ നമുക്ക് നേരിടേണ്ടി വരുന്ന പല കാര്യങ്ങളോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാതെ അയ്യോ അവരങ്ങനെ ആയതുകൊണ്ടല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കും. ഇതൊക്കെ എല്ലാ കുടുംബങ്ങളിലും നടക്കുന്നതാണ്. ഇപ്പോൾ അഹാനയുടെ ആ വീഡിയോ ഒക്കെ വരുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണെന്നുള്ളത്. പക്ഷേ വൺസ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അത് അവരങ്ങ് ഏറ്റെടുക്കും. അപ്പോൾ പ്രശ്നങ്ങളും അവരേറ്റെടുക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവാൻ തീരുമാനിച്ചാൽ, ഒരു വ്ളോഗർ ആവാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സ്നേഹിക്കുന്നവരെക്കാൾ കൂടുതൽ ഉറപ്പായിട്ടും നിങ്ങളെ വെറുക്കുന്ന ആൾക്കാരുണ്ടാവും. കാരണം നിങ്ങൾ കണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് മുമ്പേ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുള്ളൊരു മേഖലയിലേക്ക് വന്ന് കയറുകയാണ്. അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആളുകളുണ്ട്, ആ ആളുകളെ ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളുണ്ട്, പുതിയ ആൾക്കാർ ഇവിടെ വേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. ഈവൻ ഫാൻസ് പോലും ചിലപ്പോൾ അങ്ങനെ ചിന്തിച്ചേക്കാം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പിന്നെ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ്സ് അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വേറെ ആളുകളെ വിമർശിക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. അങ്ങനെ വരുമ്പോഴും ഈ പറയുന്ന ഹീറ്റ് ഉണ്ടാവും. പിന്നെ നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പോപ്പുലാരിറ്റിയും പൈസയൊക്കെ ഒരാളുടെ കയ്യിൽ വന്ന ഒരു കാര്യമില്ലാതെ അസൂയ തോന്നുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ വ്ളോഗർ ആവാൻ നിങ്ങൾ തീരുമാനിക്കുമ്പോൾ സാധാരണ ഒരു പുതുപ്പണക്കാരന് കിട്ടാവുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഹെയ്റ്റ് നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നൊരു ഫാക്റ്റ് അവിടെ ഉണ്ട്. അത് നമ്മളെപ്പോഴും മനസ്സിൽ കരുതണം. അത് കരുതുമ്പോൾ നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആവും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ മാന്യമായി വന്ന് മാപ്പ് പറയുക, ആവർത്തിക്കില്ലെന്ന് പറയുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്, പിന്നെ ഫാമിലി വ്ളോഗുകൾ എസ്പെഷ്യലി, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഫുൾ ന്യായീകരണമാണ് നമ്മൾ കേൾക്കുക. അതായത് എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്കും ഇല്ല, ഫുൾ ന്യായീകരണം. പിന്നെ അവർ ചെയ്തിട്ടുള്ള തെറ്റിനെ ന്യായീകരിക്കുക, അതിനെ ഏതാണ്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഹെലനോ സ്പാട്ടയുടെ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടൊരു കാര്യം, അവർ മദ്യപിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യം ഏറ്റു പറഞ്ഞു. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ലായിരുന്നു, ഇനി അത് ആവർത്തിക്കില്ല, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നിടത്ത് അയാൾ തെറ്റ് സമ്മതിച്ചു, അയാൾ മാപ്പ് പറഞ്ഞു, ഇനി ആവർത്തിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ നിയമപരമായി അയാൾ ചെയ്ത തെറ്റിനുള്ള ഫൈൻ അടക്കുകയും ചെയ്തു. പക്ഷേ മിക്കവാറും കേസുകളിൽ നമ്മളിത് കാണാറില്ല, ന്യായീകരിച്ച് മെഴുകുകയാണ് ചെയ്യുക. ന്യായീകരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ വിശകലനം ചെയ്യപ്പെടുകയും കൂടുതൽ അത് പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ പ്രശ്നങ്ങളാക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നൊരു തീരുമാനമെടുക്കുക. പിന്നെ ഞാനിതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അവൻ വലിയ കൊണാണ്ടർ, അവൻ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയൊന്നുമല്ല കേട്ടോ. എൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കുകൾ വരാറുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായി തുടങ്ങിയതിന് ശേഷം, അതിനു മുമ്പ് ഞാൻ RJ ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്തൊക്കെ ഏത് സമയത്തും എന്തെങ്കിലുമൊക്കെ പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു തോന്നൽ എവിടെയോ ഉണ്ട്. ചില സമയത്ത് നമുക്ക് നമ്മുടെ വർക്ക് സ്പേസിലും പേഴ്സണൽ സ്പേസിലും ഒക്കെ അത്തരം പണികൾ, ചതികൾ എന്നൊക്കെ പറയാവുന്ന പോലത്തെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് എന്നെ സേവ് ചെയ്തിട്ടുള്ളത് എൻ്റെ കയ്യിലെ തെളിവാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട് സിനിമ റിവ്യൂവേഴ്സ് പൈസ വാങ്ങി ചെയ്യുന്നു. ഞാൻ സിനിമ റിവ്യൂ ചെയ്യാൻ വേണ്ടി പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്നല്ല, പ്രൊഡ്യൂസറിൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരൻ വഴിയോ ആര് വഴിയും എൻ്റെ കയ്യിൽ ഒരു പൈസ പോലും വന്നിട്ടില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ എല്ലാ ട്രാൻസാക്ഷൻ്റെയും കോപ്പി ഉള്ളതുകൊണ്ടാണ്. അതേപോലെ എന്നെ വിളിച്ചിട്ടുള്ള ആളുകൾ, ഞാൻ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാത്തിനും എൻ്റെ കയ്യിൽ പ്രൂഫുണ്ട്. ഒരു കേസ് വന്ന സമയത്ത് ഒരു സിനിമാക്കാരൻ പറഞ്ഞത് ഞാൻ ചാൻസ് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല, അതിൻ്റെ ദേഷ്യമാണ് ഞാൻ കാണിച്ചത്. ഞാൻ ചാൻസ് ചോദിച്ചത് പുള്ളി തെളിയിക്കട്ടെ, അതിൻ്റെ ദേഷ്യം കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് പുള്ളിക്ക് സ്ഥാപിക്കാൻ പറ്റട്ടെ. കാരണം എൻ്റെ കയ്യിൽ തെളിവുണ്ട്. ഈ തെളിവെന്ന് പറയുന്ന ഒരു സാധനം സൂക്ഷിച്ചു വെക്കേണ്ടത് അത് എല്ലാവർക്കും ആവശ്യമാണ്. യൂട്യൂബേഴ്സിന്, കണ്ടൻറ് ക്രിയേറ്റേഴ്സിനൊന്നുമല്ല. ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് കാണുമ്പോൾ ഉപകാരമാവുമെങ്കിൽ
നിങ്ങളും അങ്ങനെ ചെയ്തു നോക്കിയാൽ കാര്യം നമുക്ക് നമ്മുടെ അനിയനെ പോലെ, അനിയത്തിയെ പോലെ, അമ്മയെ പോലെ, അച്ഛനെ പോലെ എന്നൊക്കെ നമ്മൾ കരുതുന്ന ആൾക്കാരിൽ നിന്നാണ് 8ൻ്റെ പണി വരിക. നമ്മൾ വിചാരിക്കും എനിക്കൊരു പ്രശ്നം വന്നാൽ അവരുണ്ടാവും, ഇവരുണ്ടാവും, 50 പേര് വരും, 60 പേര് വരും. പക്ഷേ ലീഗലി നമ്മൾ പെട്ടുപോകുന്ന പോലത്തെ ഒരു പണി വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ സഹായിക്കാൻ കുറച്ച് ആളുകൾ കൂടെ ഉണ്ടാവും, നമ്മുടെ വക്കീൽ, അങ്ങനെയുള്ള കുറച്ച് ആളുകൾ, വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അൾട്ടിമേറ്റ്ലി അതിനെ ഫേസ് ചെയ്ത് നിരപരാധിത്വം തെളിയിക്കുക എന്ന് പറയുന്ന ബാധ്യത നമ്മുടേത് മാത്രമാണ്. പല ആൾക്കാരും അങ്ങനെ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ട് കഴിയുമ്പോഴാണ് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ഞാൻ ഈ പറഞ്ഞ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് വക്കീൽ എന്നോട് എടോ അത് തൻ്റെ കയ്യിലുണ്ടോ, ഇത് തൻ്റെ കയ്യിലുണ്ടോ, ഉണ്ട്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ഫുള്ളി സേഫായിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ അയാൾ വിളിച്ചോ അത് സേവ് ചെയ്ത് നോക്കണം, അയാൾ ഇങ്ങനെ പണി തരുമോ എന്ന് പറയുന്ന പോലത്തെ ഒന്നുമില്ല. ഞാൻ എൻ്റെ ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എവറിത്തിങ് ഈസ് ബീങ് റെക്കോർഡഡ്, അത്രേ ഉള്ളൂ. ഇപ്പോൾ വാട്സപ്പ് കോൾ ചെയ്യുന്ന കുറേ മിടുക്കന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവർ റെക്കോർഡ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുമ്പോൾ എൻ്റെ കയ്യിൽ വേറെ ഫോണുണ്ട്, അല്ലെങ്കിൽ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ച്, കാര്യം ഈ മൈക്കും ക്യാമറയൊക്കെ ഓൾവേസ് കണക്റ്റഡ് ആണ്. ഞാൻ ചുമ്മാ പവർ ഓൺ ചെയ്യേണ്ട കാര്യമുള്ളൂ, ഓണാക്കി വെക്കുന്നു, റെക്കോർഡ് ചെയ്തിട്ട് സംസാരിക്കുന്നു. അങ്ങനെയും കുറേ സാധനങ്ങളുണ്ട്. അപ്പം എപ്പോഴാണ് എന്താണ് സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ നല്ലതാണ്. മഴ വരാൻ സാധ്യതയുണ്ടെന്നറിയുമ്പോൾ ഒരു കുട കയ്യിൽ കരുതുന്ന പോലെയുള്ളൂ. പക്ഷെ അത് അപ്പുറത്ത് എവിടെയോ വെള്ളമുണ്ടെന്ന് കരുതി ഇപ്പോഴേ തുണി പൊക്കി പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാവരുത്. അത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി. പിന്നെ യൂട്യൂബേഴ്സിൻ്റെ കഷ്ടകാലം, അത് യൂട്യൂബേഴ്സിന് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കേസുകൾ ഉണ്ടാകുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും നടപടികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്യുമ്പോൾ അതിന് ഇത്രയും അറ്റൻഷൻ കിട്ടുന്നു. ന്യൂസുകാരൊന്നും ഇല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ഇത്രയും വാർത്തയാക്കിയതല്ലേ. അപ്പോൾ ആ വാർത്ത കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാകുന്ന എന്തെങ്കിലും, അവരെന്തായാലും ഉപകാരമുള്ളതൊന്നും പറയാൻ പോകുന്നില്ല, കുറച്ച് കൊനസ്റ്റ് കാര്യങ്ങൾ നിങ്ങളോട് പറയാം, അവർ ആനന്ദം കണ്ടെത്തുന്നു, അവരുടെ റേറ്റിങ്ങും പരസ്യവും. പക്ഷേ അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ ഉപകാരമുള്ള എന്തെങ്കിലും തരണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിലാരെയും ഉപദ്രവിക്കാനോ അപമാനിക്കാനോ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സംഭവിച്ചു പോയതായിരിക്കും, ക്ഷമിക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം, ഹൈപ്പ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.